നാറാത്ത് TC ഗേറ്റിൽ വൻ ലഹരിവേട്ട. ഒരു വീട് കേന്ദ്രീകരിച്ചാണ് ലഹരി ഇടപാട് നടന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് നടത്തിയ റെയ്ഡിലാണ് കഞ്ചാവും MDMAയും പിടികൂടിയത്. 2 പേരെ അറസ്റ്റ് ചെയ്തു. ലഹരിവേട്ട നടന്ന വീട്ടിൽ നിരവധി നാട്ടുകാരും തടിച്ചുകൂടി. പ്രതികൾക്ക് നേരെ നാട്ടുകാർ പ്രകോപിതരാവുകയും ചെയ്തു. നാറാത്ത് TC ഗേറ്റിന് സമീപത്തെ ഇരുനില വീട് കേന്ദ്രീകരിച്ചാണ് പ്രതികൾ ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് വീട് വളയുകയായിരുന്നു. നാറാത്ത് പാമ്പുരുത്തി റോഡിലെ മുഹമ്മദ് ഷഹീൻ യൂസഫ്, പറശ്ശിനി റോഡിലെ മുഹമ്മദ് സിജാഹ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച ഉച്ച മുതൽ എക്സൈസ് സംഘം വീടിന്റെ പരിസരത്തുണ്ടായിരുന്നു. വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു പ്രതികൾ ഉണ്ടായിരുന്നത്. എന്നാൽ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. മുൻവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് എക്സൈസ് സംഘം അകത്ത് കയറിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അലമാരിയിൽ സൂക്ഷിച്ച ലഹരി വസ്തുക്കൾ പിടികൂടിയത്. കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ളവയാണ് കണ്ടെത്തിയതെന്ന് കണ്ണൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ C ഷാബു പറഞ്ഞു. കമ്പിൽ TC ഗേറ്റ് എന്ന സ്ഥലത്തുള്ള ആദം എന്നയാളുടെ വീട്ടിൽ മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും പാർട്ടിയും ദിയാന്റെ വീട്ടിലെത്തി വീട് പരിശോധന നടത്തിയതിൽ വീടിന്റെ 2ാമത്തെ നിലയിൽ നിന്നും കഞ്ചാവും മെത്താംഫിറ്റമിനും ദിയാന്റെ വീടിന്റെ പരിസരത്ത് സൂക്ഷിച്ചിരുന്ന കാറിൽ നിന്നും LSD സ്റ്റാമ്പുകളും ഹൈബ്രിഡ് ഇനത്തിലുള്ള കഞ്ചാവും കിട്ടി. മുഹമ്മദ് സിജാഹ്, മുഹമ്മദ് ഹാഷിം യൂസഫ് എന്നിങ്ങനെ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. തുടർ നടപടികൾക്കായി ഇവരെ കൊടിക്കുണ്ടുള്ള എക്സൈസ് ഓഫീസിൽ കൊണ്ടുപോകും. തുടർന്ന് കോടതിയിൽ ഹാജരാക്കുന്നു. 17 ഗ്രാമോളം MDMA, 2.5 കിലോയോളം കഞ്ചാവ്, 1/2 കിലോയോളം ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവയാണ് പിടികൂടിയത്. ലക്ഷങ്ങൾ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവും LSD സ്റ്റാമ്പും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ നിന്നാണ് കണ്ടെത്തിയത്. ലഹരി സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായതെന്നാണ് എക്സൈസിന്റെ നിഗമനം. നിരവധി നാട്ടുകാരാണ് ലഹരിവേട്ട നടന്ന വീടിനു മുന്നിൽ തടിച്ചുകൂടിയിരുന്നത്. നാടിന്റെ ശത്രുക്കളായ ഇത്തരം മാഫിയ സംഘങ്ങളെ ഒരിക്കലും പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നാണ് നാടൊന്നാകെ പറഞ്ഞത്. ഇന്ന് രാവിലെ 11 മണി മുതൽ നാട്ടുകാരും അതുപോലെ തന്നെ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും കൃത്യമായ റെയ്ഡിന് നേതൃത്വം നൽകുകയും ആ റെയ്ഡ് കഴിഞ്ഞതിന് ശേഷം ഒന്നും കിട്ടാതെ തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് നാട്ടുകാരും വീണ്ടും ഒരു സംശയം പ്രകടിപ്പിക്കുകയും ആ സംശയത്തിന്റെ ഭാഗമായിട്ടാണ് എക്സൈസ് ഉദ്യോഗസ്ഥന്മാരും നാട്ടുകാരും കൂടി തെരച്ചിൽ നടത്തിയപ്പോഴാണ് കഞ്ചാവും അതുപോലെ തന്നെ MDMAയും പിടിക്കപ്പെടുന്നത്. സമൂഹത്തെയും നമ്മുടെ ന്യൂജൻ വിഭാഗത്തെയൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടി കുറച്ച് കാലങ്ങളായി നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ഇവര് കുറച്ച് ആളുകൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു സാഹചര്യം പോലീസ് അധികാരികൾ കൃത്യമായി സംശയത്തിന്റെ നിലയിൽ ഒരു നിരീക്ഷണം നടത്തി രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കിക്കൊണ്ട് ഈ ഒരു ന്യൂജനെ നശിപ്പിക്കുന്ന ഈ ഒരു വിപത്തിൽ നിന്ന് നമ്മുടെ ഈ നാടിനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പോലീസ് അധികാരികളും
ജനങ്ങളൊക്കെ ഒറ്റക്കെട്ടായി മുന്നേറിയാൽ ഈ വിപത്തിനെ ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിടിക്കപ്പെട്ട ആളുകളെ കുറിച്ച് മുമ്പേ ആളുകൾ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സംശയങ്ങൾ യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഇന്ന് സാധനങ്ങളൊക്കെ കണ്ടെത്തിയതായിട്ട് മനസ്സിലാക്കുന്നത്. അല്ല, ഇത് സംശയങ്ങൾ നമ്മൾ പണ്ടേ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് കുറച്ച് കുട്ടികൾ വരുത്തി പുതിയ കുട്ടികളെ ഇവിടെ കാണാറ്. പിന്നെ അതുപോലെ തന്നെ പല സംശയങ്ങളും നമ്മൾക്ക് ജനങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ സംശയം മാത്രമേ നമ്മളുള്ളൂ. പക്ഷെ നമ്മൾ വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ തടിച്ചു കൂടുന്ന കുറച്ച് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് പുതിയ പുതിയ കുട്ടികൾ ഇവിടെ കാണുന്നു. അങ്ങനെ കുറച്ച് വാണിംഗ് ഒക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവർ എന്നിട്ടും ഈ ഇതേ സ്ഥിതി ഇവിടെ തന്നെ തുടരുകയാണ്. അപ്പൊ നമ്മൾ കുറച്ച് സംശയം പണ്ട് മുതലേ ഈ അയൽവാസികളടക്കം നമ്മൾക്ക് പരാതിയായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. നാറാത്ത്, കമ്പല്, കുമായക്കടവ്, അതുപോലെ പിന്നെ പാട്ടയം റോഡ്, ഇങ്ങനെ ഈ ഏരിയ മൊത്തം ഇത് തന്നെ. അത് പന്നേങ്കണ്ടി നമ്മൾ ഈ ഏരിയ ഇപ്പോ ഇതിന്റെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട്. അപ്പൊ ഇതിനൊരു ശക്തമായ നടപടി തന്നെ എടുക്കേണ്ടതാണ്. ഇതിന്റെ പിറകിലുള്ള ഒരു വലിയൊരു ശക്തി തന്നെ കണ്ണിയൻ ഈ നാറാത്ത് കമ്പലി പ്രദേശത്തായിട്ടുണ്ട്. അവരെ ശക്തമായിട്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മളെല്ലാ, അതായത് രാഷ്ട്രീയം, ഇന്ന രാഷ്ട്രീയമല്ല, എല്ലാ രാഷ്ട്രീയവും എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് അതിശക്തമായി അതിനെതിരെ നേരിടുന്ന തന്നെയാണ് ഇതിനെതിരെ പറയാനുള്ളത്. കുട്ടികളൊക്കെ ഇതിനായിട്ടുണ്ട്. ഇപ്പം വരുന്ന സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കായിട്ട് ഒരുപാട് കൂടുതലായിട്ട് ഈ ലഹരി ഉൽപ്പന്നങ്ങൾ പോകുന്നത് വിദ്യാർത്ഥികളിലേക്കാണ്. അത് കണ്ണികളായിട്ട് തന്നെയാണ് പോകുന്നത്. അതിനെ ഒരു തടസ്സമിടുന്നു തന്നെയാണ് പറയാനുള്ളത്. പ്രതികളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ നാട്ടുകാർ പ്രകോപിതരായി. പ്രതികൾക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഉണ്ടായി. എക്സൈസ് ഉദ്യോഗസ്ഥർ ഏറെ പാടുപെട്ടാണ് പ്രതികളെ വാഹനത്തിൽ കയറ്റിയത്. ലഹരി വസ്തുക്കൾ പിടികൂടിയ വീട് പ്രതികളുടേതല്ല. പ്രതികൾക്ക് വീടിന്റെ താക്കോൽ കിട്ടിയത് എങ്ങനെ? ആരാണ് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ചത്? വീട്ടുകാരുടെ അനുവാദം ഉണ്ടായിരുന്നോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ലഹരി സംഘങ്ങൾക്കെതിരെ അതിശക്തമായ ജാഗ്രത തുടരുമെന്ന് നാട്ടുകാരും പറഞ്ഞു. ലഹരിവേട്ട നടത്തിയ സംഘത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ സി ഷാബുവിനു പുറമെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ സന്തോഷ് തുണോളി, അബ്ദുൽ നാസർ RP, പ്രിവന്റീവ് ഓഫീസർമാരായ MC വിനോദ്, PP സുഹൈൽ, P ജലീഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഉമേഷ്, അശ്വതി, C അജിത്, VV ശ്രീജൻ, KT ഫസൽ, K ഇസ്മയിൽ എന്നിവരാണ് ഉണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.